ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം ആകെ സീരിയസ് ആണല്ലോ. എന്തായിരിക്കും? എന്തായാലും മാഡത്തിന്റെ പിണക്കം മാറ്റിയേ പറ്റൂ. മാഡം എന്നോട് പിണങ്ങുമ്പോ മനസ്സിനകത്ത് നീറി പിടിക്കുന്ന വേദനയാ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്കെന്റെ മോളെ കാണണം. അവൾ എവിടെയാണെന്ന് ഒന്ന് കാണിച്ചു തരൂ ഭഗവാനെ. അമ്മമ്മ, അവളിൽ ഞാൻ ഒരേ ഒരു തെറ്റേ കണ്ടിട്ടുള്ളൂ. എന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു വിവാഹ ജീവിതം തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ള തെറ്റ്. അവള് ചെയ്തത് തെറ്റല്ല, പക്ഷേ അത് തെറ്റാണെന്ന് കണ്ടെത്തിയ ഞാനാ തെറ്റുകാരി. എനിക്ക് എന്റെ പൊന്നുമോളെ ഈ ജന്മത്തിൽ കാണാൻ പറ്റുമോ? അമ്മമ്മ, അമ്മമ്മ കരയില്ലേ അമ്മമ്മ? മാഡം, എന്താ കാര്യമെന്നൊന്ന് പറയും മാഡം. ഇവിടെ നല്ല രസമാ. ഒരു 3-4 ദിവസം കൂടെ ഇവിടെ താമസിച്ചിട്ട് പോകാം. എന്താ രാധമ്മേ? അമ്മ വേണമെങ്കിൽ നിന്നോ, ഞങ്ങൾക്ക് എന്തായാലും പോയേ പറ്റൂ. എന്നാ നിങ്ങൾ പോയിക്കോ. ഞാൻ വർമ്മ സാറിനോടൊപ്പം അങ്ങ് ഓഫീസിൽ പോയി മന്ത്രിമാരെയൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് വരാം. എല്ലാ വകുപ്പിലും ഒരു അഴിച്ചുപണി നടത്തണം. നിങ്ങൾ ആരെ ചീഫ് മിനിസ്റ്ററാ? കൊച്ചമണി, എനിക്ക് നാണക്കേടുണ്ടാക്കാൻ വേഗം സ്ഥലം വിട്. എന്താന്ന് കൊച്ചമ്മണി? എന്നാ പിന്നെ ഞാൻ രാജരാജേശ്വരി വർമ്മയെന്ന് വിളിക്കാം. സാറേ, എല്ലാവരും പോവാൻ തയ്യാറായോ? പോണം വർമ്മ സാറേ. വാടക വീടാണെങ്കിലും താമസിക്കുന്ന വീടല്ലേ, അതിങ്ങനെ അടച്ചു പൂട്ടിയിരുന്നത് ശരിയല്ല. ദൈവം വേണ്ടുവോളം സമൃദ്ധിയും സൗഭാഗ്യവും സമ്പത്തും തന്നാലും അത് സ്വീകരിക്കില്ലെന്ന് വാശി പിടിക്കുന്നവരോട് ഞാനെന്ത് പറയാനാ? നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കേണ്ടവരാണോ? രാജുവിനും ഋതികയ്ക്കും കൂടി എത്ര വീടുകളുണ്ടെന്നറിയാമോ? രാധമെങ്കിലും വേണോട്ടനൊന്ന് പറഞ്ഞു മനസ്സിലാക്ക. ഞാനൊന്നും പറയില്ല സാറേ. ഇദ്ദേഹം എന്തു പറയുന്നു അതാ എനിക്ക് വേദവാക്യം. മറുത്തൊന്നും പറയില്ല. ഒടുവിൽ കർശനമായ ഒരു നിലപാട് ഞാൻ എടുക്കും. അത് വേണുവേട്ടനും രാജുവിനും അനുസരിക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾ അറിഞ്ഞിട്ട് സാറേ. അല്ല, രാജുവും ജയനും വരുന്നില്ലല്ലോ. രാജുവിന് ഇവിടെ ഓഫീസിൽ ജോലിയുണ്ട്. പിന്നെ ജയൻ ചേച്ചിയുടെ സ്റ്റാഫും അല്ലേ. ഏട്ടൻ പറഞ്ഞത് വേണുട്ടൻ സീരിയസിൽ എടുക്കില്ല, പക്ഷെ രാധമ്മ സീരിയസ് ആയിട്ട് എടുക്കണം. വാടക വീട് മാറണം. ശരി, എന്താ ഇവരെ വിടാനുള്ള കാർ റെഡിയല്ലേ? റെഡിയാണ് ഏട്ടാ. അമ്മയോട് യാത്ര പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട് സാർ. എന്താ ഞങ്ങൾ അങ്ങോട്ട്? ശരി, നിങ്ങൾ ചെല്ലാം. ഓ ശരി. അങ്കിളെ, ഞാനൊന്ന് ഓഫീസിൽ പോയിട്ട് വരാം. ശരി മോളെ, വാ. ശരി സാർ. എന്നാ ശരി.
മാഡം ഞാൻ ഓഫീസിൽ കൊണ്ടുവിടാം. വേണ്ട താങ്ക്സ്. ഇതെന്താ മാഡത്തിന് എന്നോടുള്ള പരിഭവം മാറിയില്ലേ? ഹലോ മാഡം. രാജുവിനോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. ഒന്ന് ബീച്ചിലേക്ക് വരാമോ? ആ വരാം മാഡം. മാഡം ആകെ സീരിയസ് ആണല്ലോ. എന്തായിരിക്കും? എന്തായാലും മാഡത്തിന്റെ പിണക്കം മാറ്റിയേ പറ്റൂ. മാഡം എന്നോട് പിണങ്ങുമ്പോ മനസ്സിനകത്ത് നീറി പിടിക്കുന്ന വേദനയാ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. മാഡത്തിന് റോസപ്പൂ വലിയ ഇഷ്ടാ. ഒരെണ്ണം വാങ്ങിക്കാം. മാഡം ഞാനിവിടേക്ക് വിളിച്ചത് രാജന് ബുദ്ധിമുട്ടായോ? എന്താ മാഡം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട്. മാഡത്തിന് എന്നോട് ഇത്ര അകൽച്ച ഉള്ളതുപോലെ. അത് സത്യമല്ലേ? ഞാൻ അതിനെ കുറിച്ചൊക്കെ അല്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനാ രാജുനെ ഇങ്ങോട്ട് വിളിച്ചത്. ഇവിടെയാണെങ്കി പിന്നെ പരിചയക്കാരുടെ ശല്യമില്ലല്ലോ.